24 പ്രോപ്പർട്ടിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പരിചയപ്പെടുന്നത് നല്ലൊരു ലക്ഷറി വീടാണ് കേട്ടോ. നല്ല സൗകര്യത്തോടു കൂടി സ്ഥിതി ചെയ്യുന്ന ഒരു ലക്ഷറി വീട്. ഇവിടുന്ന് 350 മീറ്റർ മാറിയാൽ നമുക്ക് പള്ളിയുണ്ട്. അതുപോലെ തന്നെ 500 മീറ്റർ മാറിയാൽ അമ്പലമുണ്ട്. അപ്പോൾ നമ്മൾ ഏകദേശം ഇപ്പോൾ വീടിൻ്റെ ഇൻസൈഡ് ഒന്ന് കാണിക്കുകയാണ് കേട്ടോ. നിങ്ങൾക്ക് ഏകദേശം ഒന്ന് അതിൻ്റെ ഐഡിയ ലഭിക്കാനായിട്ട് നമ്മൾ ഏകദേശം ഒന്ന് ഇൻസൈഡ് കാണിക്കുന്നേ ഉള്ളൂ. നമുക്കിപ്പോൾ വീടിൻ്റെ ഫുൾ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. അതിന് മുമ്പായിട്ട് നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും കൂടി ഒന്ന് പറയാം. 10 സെൻറ്റ് സ്ഥലത്തിലാണ് 2700 സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. പാലാ മുനിസിപ്പാലിറ്റിക്കുള്ളിലാണ് കേട്ടോ ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. എന്നാൽ ഒരിക്കലും വെള്ളപ്പൊക്ക ഭീഷണിയോ അങ്ങനത്തെ പ്രശ്നങ്ങളോ ഒന്നുമില്ല. ഇപ്പോൾ നമ്മുടെ ചാനൽ നെയിം 24 പ്രോപ്പർട്ടി. ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. ഇപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ മുനിസിപ്പാലിറ്റി റോഡാണ്. മുനിസിപ്പാലിറ്റി റോഡിനോട് ചേർന്നാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. രണ്ട് വലിയ കാറൊക്കെ സുഖമായിട്ടും കടന്നു പോകുന്ന രീതിയിൽ നല്ല വീതിയുള്ള മുനിസിപ്പാലിറ്റി റോഡാണ് കേട്ടോ. നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നു 10.5 സെൻറ്റ് സ്ഥലത്തിലാണ് 2700 സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. നല്ലൊരു ലൊക്കേഷനിൽ സ്ഥിതി ചെയ്യുന്ന നല്ലൊരു വീടാണ് കേട്ടോ. ഏകദേശം പാലാ ടൗണിന് അടുത്തായിട്ട് വരും. പാലാ ടൗണിൽ നിന്ന് ഒരു 3 കിലോമീറ്റർ മാറിയാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. കറക്റ്റായിട്ടുള്ള പ്രോപ്പർ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ കരൂരാണ്. കരൂർ പള്ളിക്കടുത്തായിട്ടാണ് കേട്ടോ. പള്ളിക്ക് തന്നെ നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നു പള്ളിക്ക് സമീപമാണെന്ന്. പള്ളിക്ക് തന്നെ ഏകദേശം ഒരു 350 മീറ്റർ മാത്രമേ അകലമുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ എൻട്രൻസ് ഗേറ്റ്. ഇതൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിമോട്ട് കൺട്രോളിലാണ് കേട്ടോ. നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നു ലക്ഷറി വീടാണ്. അപ്പോൾ അതിൻ്റേതായ സൗകര്യങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ. മുറ്റത്തൊക്കെ ആണെങ്കിലും ബാംഗ്ലൂർ സ്റ്റോൺ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ പബിൾസ്, ഗോൾഡൻ പബിൾസ് ഇട്ടിട്ടുണ്ട്. ഈ സൈഡിൽ കണ്ടോ, ഈ സൈഡിൽ കൂടെ ഒക്കെ ആണെങ്കിലും തറ കെട്ടി ഒരു 4-5 ഫലവൃക്ഷങ്ങളൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അതായത് മാവുണ്ട്, അതുപോലെ തന്നെ റംബുട്ടാനുണ്ട്, സപ്പോട്ടയുണ്ട്, അങ്ങനെയൊക്കെയുള്ള നമുക്ക് വീട്ടാവശ്യത്തിനായിട്ടുള്ള ഫലവൃക്ഷങ്ങളൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ ഉണ്ടോ നല്ലൊരു ഭംഗിയാണ് കേട്ടോ. വീടിൻ്റെ മുറ്റവും പരിസരമൊക്കെ നല്ല മനോഹരമാക്കിയാണ് ഇട്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ എൻട്രൻസ് ഗേറ്റിൻ്റെ സൈഡിൽ കൂടെയൊക്കെ നമുക്കിപ്പോൾ ഈ കിണർ വെള്ളമൊക്കെ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. ഒരിക്കലും പറ്റില്ലാത്ത കിണർ വെള്ളമാണ്. അതേപോലെ തന്നെ ഇവിടെ നമുക്കൊരു കൃഷി ആവശ്യത്തിനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഗാർഡൻ സെറ്റ് ചെയ്യാനൊക്കെ ആണെങ്കിലും ഇവിടെ ഒരു സ്പേസ് ഉണ്ട്. അപ്പോൾ ഇതുകൊണ്ട് നല്ല താഴ്ചയുള്ള കിണറാണ് കേട്ടോ. ഒരിക്കലും പറ്റുകയില്ല. ഈ സൈഡിൽ നിന്നുള്ളൊരു വ്യൂ ആണ് കേട്ടോ വീടിൻ്റെ. നല്ലൊരു ഭംഗിയാണ് ഈ വീട്. സൈഡിൽ നിന്നൊക്കെയുള്ള വ്യൂ ആണെങ്കിൽ, ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ ആണെങ്കിൽ നല്ല ശാന്തമായിട്ടുള്ളൊരു ഏരിയയിലാണ്. വീടിൻ്റെ ബാക്ക് സൈഡിലാണെങ്കിലും ഒരു റബ്ബർ തോട്ടമൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ കാർ പോർച്ചൊക്കെ കണ്ടോ. നല്ല വലിയ കാർ പോർച്ചാണ് കേട്ടോ. 2 കാർ സുഖമായിട്ടും ഈ കാർ പോർച്ച് പാർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയും നീട്ടമുണ്ട് കാർ പോർച്ചിന്. നല്ല നീളമുള്ള ഒരു കാർ പോർച്ചാണ്. കാർ പോർച്ചിലാണെങ്കിൽ ഫാഷൻ ലൈറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. സിറ്റ് ഔട്ടിലാണെങ്കിൽ അതുപോലെ തന്നെ ഫാഷൻ ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. സൈഡിലൊക്കെ ആണെങ്കിലും പില്ലറയിലൊക്കെ ആണെങ്കിലും നല്ല ഡിസൈൻ വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട്. നമുക്കപ്പോൾ സിറ്റ് ഔട്ടിൽ നിന്നുള്ളൊരു കാഴ്ചയാണ് കേട്ടോ കാണുന്നത്. നല്ലൊരു ശാന്തമായിട്ടുള്ളൊരു ഏരിയയാണെന്ന് നമ്മൾ മുമ്പേ പറഞ്ഞിരുന്നു. അപ്പോൾ അതൊക്കെ ഏകദേശം നമുക്ക് ഈ സിറ്റ് ഔട്ടിൽ നിന്നൊക്കെ നോക്കുമ്പോൾ നമുക്ക് ഈ വീഡിയോ കാണാൻ സാധിക്കും. നല്ലൊരു ശാന്തമായിട്ടുള്ള ഏരിയ തന്നെയാണ്. നമ്മളിപ്പോൾ നേരെ വീടിൻ്റെ ഇൻസൈഡ് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. നമ്മൾ ഇൻസൈഡ് ഏകദേശം ആദ്യമേ ഒന്ന് കാണിച്ചിരുന്നു. നമുക്ക് ഫുള്ളായിട്ട് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇൻസൈഡ് വീഡിയോ ഒന്നും കൂടി ഒന്ന് കണ്ടു നോക്കാം. ഇതാണ് കേട്ടോ നമ്മുടെ ലിവിങ് ഹാൾ വരുന്നത്. അത്യാവശ്യം നല്ല സൗകര്യം, നല്ല വലിപ്പമുള്ള ലിവിങ് ഹാളാണ് കേട്ടോ. സൈഡിലൊക്കെ ആയിട്ടാണെങ്കിൽ 2 ജനൽപ്പാളികൾ വരുന്നുണ്ട്. നല്ല വെളിച്ചമൊക്കെയാണ് കേട്ടോ. നമുക്ക് ലൈറ്റ് ഇടേണ്ട കാര്യമില്ല. ഈ വീടിൻ്റെ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ശ്രദ്ധിച്ചിരുന്ന ഒരു കാര്യമാണ്. വീടിൻ്റെ ഇൻസൈഡ് ഒക്കെ ആണെങ്കിലും ലിവിങ് ഹാളാണെങ്കിലും ഡൈനിങ് ഹാളാണെങ്കിലും അതുപോലെ ബെഡ്റൂംസിലൊക്കെ ആണെങ്കിലും ജനൽപ്പാളികൾ കൊടുത്തിട്ടുണ്ട്. അവിടെയൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല വെളിച്ചമാണ് കേട്ടോ. നല്ല പ്രകാശമുണ്ട്. നമ്മൾ ലൈറ്റ് ഇടേണ്ട ആവശ്യമില്ല, അത്രയും പ്രകാശമാണ് കേട്ടോ. ഈ വീടിൻ്റെ ദർശനം വരുന്നത് പടിഞ്ഞാറ് ദർശനമാണ് കേട്ടോ. ഈ വീടിൻ്റെ ദർശനം വരുന്നത് അതുപോലെ തന്നെ വാസ്തുശാസ്ത്ര പ്രകാരമാണ് ഈ വീട് പണി തീർത്തിട്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതുകൊണ്ട് ഈ വീടിൻ്റെ ഫുൾ വീഡിയോ നമ്മൾ കാണിക്കുന്നുണ്ട്. നല്ലൊരു ഭംഗിയാണ് കേട്ടോ. സീലിംഗ് വർക്ക്, അതുപോലെ തന്നെ പാർട്ടീഷൻ വർക്ക്, അങ്ങനെയുള്ള എല്ലാവിധ പണികളുമൊക്കെ നല്ല രീതിയിൽ തന്നെയാണ്. ഫാഷൻ ലൈറ്റുകളുണ്ട്. അതുപോലെ തന്നെ ഇൻസൈഡിലൊരു ഇൻഡോർ ഗാർഡനൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാനൊരു സൗകര്യമൊക്കെ ഉണ്ട്. നല്ലൊരു ഭംഗിക്കായിട്ട് ഇവിടെ ആണെങ്കിൽ ഗോൾഡൻ ബബിൾസൊക്കെ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ടൈൽസിൽ ഒരു കുഞ്ഞൊരു വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. നല്ലൊരു ഭംഗിയാണ് കേട്ടോ ഈ വീടിൻ്റെ മൊത്തത്തിൽ. അതാണ് പറഞ്ഞ ലക്ഷറി വീടിൻ്റെ എല്ലാവിധ സൗകര്യങ്ങളും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ വീടിൻ്റെ ഡൈനിങ് ഹാളാണ് കേട്ടോ. ഈ ഡൈനിങ് ഹാളൊക്കെ ആണെങ്കിൽ നല്ല സൗകര്യമാണ് കേട്ടോ. നല്ല വലുപ്പമുള്ള ഡൈനിങ് ഹാളാണ്. ഇത് ഓപ്പൺ ആയിട്ടുള്ളൊരു കിച്ചണൊക്കെയാണ്. കിച്ചണ വർക്ക് ഏരിയയൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓപ്പൺ ആയിട്ടുള്ളൊരു കിച്ചണ വർക്ക് ഏരിയയാണ്. നമ്മുടെ ഡൈനിങ് ഹാളിനോട് ചേർന്ന് തന്നെ കിച്ചണ വർക്ക് ഏരിയയൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ കബോർഡ് വർക്കുകളൊക്കെ കണ്ടോ. കബോർഡ് വർക്കുകളൊക്കെ ആണെങ്കിലും നല്ല രീതിയിൽ തന്നെയാണ്. ധാരാളം സ്റ്റോറേജ് സ്പേസ് ഉണ്ട് കേട്ടോ. വർക്ക് ഏരിയയിലാണെങ്കിലും കിച്ചണ് വർക്ക് ഏരിയയിലൊക്കെ ആണെങ്കിൽ ധാരാളം സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ഇവിടെയൊക്കെ ആയിട്ടാണെങ്കിലും ഒരു പാർട്ടീഷൻ, കുഞ്ഞായിട്ടൊരു പാർട്ടീഷൻ വർക്ക് ചെയ്തിട്ടുണ്ട്. നല്ല സീലിംഗ് വർക്കുകൾ ചെയ്തിട്ടുണ്ട്.
നമ്മളിപ്പോൾ വീടിൻ്റെ ഫുള്ളായിട്ടൊരു വീഡിയോ കാണിക്കുന്നുണ്ട് കേട്ടോ. 2 നിലയിലായിട്ടുള്ള ബെഡ്റൂംസിൻ്റെ സൗകര്യങ്ങൾ, അതുപോലെ തന്നെ ബാത്റൂംസ് എല്ലാം നമ്മൾ കാണിക്കുന്നുണ്ട്. നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നു 4 നല്ല വലിപ്പമുള്ള ബെഡ്റൂംസാണ്, അറ്റാച്ച്ഡ് ബാത്റൂമാണ്, ഒരു കോമൺ ബാത്റൂം വരുന്നുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ കിച്ചണ്, വർക്ക് ഏരിയയിലൊക്കെയുള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ കണ്ടു. നമ്മുടെ ലിവിങ് ഹാളിലെ ഡൈനിങ് ഹാളിലെ സ്പേസ് കൊണ്ട് നല്ല സൗകര്യമുള്ള ലിവിങ് ഹാളും ഡൈനിങ് ഹാളുമാണ്. ഇവിടെ ആയിട്ടാണ് നമുക്ക് ഫസ്റ്റ് ബെഡ്റൂം വരുന്നത് കേട്ടോ. ബെഡ്റൂംസിലൊക്കെ ആണെങ്കിലും ഇവിടെ കബോർഡ് വർക്കുകൾ ചെയ്തിട്ടുണ്ട്, സീലിംഗ് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നല്ലൊരു ഭംഗിയാണ് കേട്ടോ. ഇവിടെ ബെഡ്റൂംസിലൊക്കെ നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നു ജനൽപ്പാളികൾ നിങ്ങൾ ശ്രദ്ധിച്ചോ, നല്ല പ്രകാശമാണ് കേട്ടോ. ബെഡ്റൂംസിലൊക്കെ നല്ല പ്രകാശമാണ്. നമ്മൾ ചില വീടുകൾക്ക് നമ്മൾ കണ്ടിട്ടുണ്ട് ഒരു ഇരുണ്ടൊരു രീതിയിൽ, അതായത് വെളിച്ചമില്ല, ലൈറ്റ് എപ്പോഴും ഫുൾ ടൈം, ഇപ്പം ഡേ ആണെങ്കിൽ പോലും നമ്മൾ ലൈറ്റ് ഇടേണ്ട അങ്ങനത്തെ ഒരു സാഹചര്യമുള്ള വീടുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ വീടിനൊക്കെ ആണെങ്കിലും നമുക്ക് ലൈറ്റ് ഇടേണ്ട കാര്യം പോലുമില്ല, നല്ല പ്രകാശമാണ് കേട്ടോ. ഈ വീടിൻ്റെ ഫസ്റ്റ് ബെഡ്റൂമിൽ അറ്റാച്ച്ഡ് ബാത്റൂമാണ് കേട്ടോ. ഇത് നല്ല സൗകര്യമുള്ള ബാത്റൂംസ് ആണ് കേട്ടോ. എല്ലാ ബെഡ്റൂമിലും നമുക്ക് 4 നല്ല വലുപ്പമുള്ള ബെഡ്റൂംസ് ഉണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമാണെന്ന് പറഞ്ഞിരുന്നു. ഈ 4 ബെഡ്റൂമിലെ ബാത്റൂംസ് ഒക്കെ ആണെങ്കിൽ നല്ല സൗകര്യമുള്ള ബാത്റൂംസ് ആണ് കേട്ടോ. നമുക്കപ്പോൾ ഈ വീടിൻ്റെ ഫുള്ളായിട്ടുള്ളൊരു ഡീറ്റെയിൽസ് ഒന്നും കൂടി പറയാം, വില കാര്യങ്ങൾ അങ്ങനെ എല്ലാം പറയാം. അപ്പോൾ അതിനു മുമ്പായിട്ട് നമ്മുടെ ചാനൽ നെയിം 24 പ്രോപ്പർട്ടി ചാനൽ ഞങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ നോക്കുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. അതുപോലെ തന്നെ നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നമ്മുടെ ഈ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യാനും ഞങ്ങൾ മറക്കല്ലേ. ഈ വീടിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം കേട്ടോ. 10 സെൻറ്റ് സ്ഥലത്തിലാണ് കേട്ടോ. 2700 സ്ക്വയർ ഫീറ്റിൽ പ്ലസ് റൂട്ടിൽ നിന്നൊക്കെ ആണെങ്കിൽ ഏകദേശം ഒരു 300 മീറ്റർ മാത്രം അകലെയാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. പാലാ ടൗൺ അടുത്തായിട്ടാണ് ഈ വീടിൻ്റെ ലൊക്കേഷൻ വരുന്നത്. പാലാ ടൗണിൽ നിന്ന് ഏകദേശം ഒരു 3 കിലോമീറ്റർ മാറി കരൂർ പള്ളിക്കടുത്തായിട്ടാണ് കേട്ടോ. പള്ളിക്കിലോട്ടൊക്കെ പോകാനാണെങ്കിൽ വെറും ഒരു 250-300 മീറ്റർ മാത്രമേ അകലമുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ അമ്പലത്തിലോട്ടൊക്കെ പോകാനാണെങ്കിലും 500 മീറ്റർ മാത്രമേ അകലമുള്ളൂ കേട്ടോ. തൊട്ടടുത്തായിട്ട് നമുക്ക് സ്കൂൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ പാലാ ടൗണിൽ നമുക്കറിയാം ഈ 3 കിലോമീറ്റർ പോയ പാലാ ടൗണാണ്. അതിനുള്ളിൽ നമുക്ക് ഒരു 1.5 കിലോമീറ്ററിനുള്ളിൽ നമുക്ക് എല്ലാവിധ സൗകര്യങ്ങളും നമുക്ക് ലഭ്യമായൊരു വീടാണ് കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നത് ലക്ഷറി വീടാണ്. ഇപ്പോൾ ലക്ഷറി വീടിന് ലൊക്കേഷൻ ആണെങ്കിലും കരൂർ പള്ളിക്കടുത്ത്, അതുപോലെ തന്നെ അമ്പലത്തിലോട്ട് പോകാൻ ഈ ദൂരമുള്ളൂ. ടൗണിലോട്ട് പോകാനാണെങ്കിൽ ഇത്രയും ദൂരമുള്ളൂ, 3 കിലോമീറ്റർ താഴെ ടൗണിലോട്ട് പോകാൻ ദൂരമുള്ളൂ. അപ്പോൾ നമുക്കൊരു 1.5 കിലോമീറ്റർ മാറി എല്ലാ സൗകര്യങ്ങളും ലഭ്യമായിട്ടുള്ളൊരു വീടാണ് കേട്ടോ. വീടിൻ്റെ മണ്ടയിലോട്ട് നമുക്ക് കയറുമ്പോൾ നമുക്ക് കാണാം ബെഡ്റൂംസ് ഉണ്ട്, അതുപോലെ തന്നെ റൂഫ് ഏരിയ ഉണ്ട്, ബാൽക്കണി ഉണ്ട്. അപ്പോൾ നമുക്കതൊക്കെ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ അതിനു മുമ്പായിട്ട് ഉടമസ്ഥൻ ഈ ഇത്രയും സൗകര്യപ്രദമായിട്ടുള്ള ഈ വീടിന് ഉടമസ്ഥൻ ചോദിക്കുന്ന വില വെറും 1,15,00,000 രൂപ മാത്രമാണ് കേട്ടോ. വിലയിലൊക്കെ ചെറിയ രീതിയിലൊക്കെ മാറ്റം വരുത്താമെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ലോൺ സൗകര്യമൊക്കെ വേണ്ടവരാണോ, ലോൺ സൗകര്യമൊക്കെ വേണം എന്നുള്ളവർക്ക് നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യാൻ നമ്മൾ റെഡിയാക്കി തരുന്നതുമാണ് കേട്ടോ. ലോൺ സൗകര്യമൊക്കെ ചെയ്തു തരുന്നതിന് നമുക്ക് ഫീസോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മളെ ഫുൾ ഉത്തരവാദിത്തത്തിൽ നമ്മൾ തന്നെ അത് ചെയ്ത് റെഡിയാക്കി തരുന്നതുമാണ്. അപ്പം നിങ്ങൾക്ക് ഈ വീട് കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ അതിൻ്റെ പേപ്പറോ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വാട്സപ്പിൽ ഡോക്യുമെൻ്റ് ആയിട്ട് നിങ്ങൾക്ക് അയച്ചു തരുന്നതുമാണ് കേട്ടോ. നമ്മൾ ഈ വീടിൻ്റെ പേപ്പർ വർക്ക് കാര്യങ്ങളെല്ലാം നോക്കി തന്നെയാണ് കേട്ടോ നമ്മൾ ഈ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. യാതൊരുവിധ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. 100% ഒരു കുഴപ്പമില്ലാത്തൊരു പ്രോപ്പർട്ടിയാണ്. നിങ്ങൾക്ക് ധൈര്യമായിട്ടും ഒന്ന് നോക്കാം, ധൈര്യമായിട്ടൊന്ന് മേടിക്കാവുന്നതാണ്. ഇപ്പോൾ പാലാ ടൗണൊക്കെ അടുത്തായിട്ട് ഒരു നല്ലൊരു വീട് വേണം, നല്ലൊരു ലൊക്കേഷനിൽ നല്ലൊരു വീട് വേണം എന്ന് ആഗ്രഹിക്കുന്നവരൊക്കെയാണ് നിങ്ങൾക്ക് ഈ വീട് ധൈര്യമായിട്ടും ഒന്ന് മേടിക്കാൻ നോക്കാം. നല്ല ക്വാളിറ്റി, നല്ല ബ്രാൻഡ് മെറ്റീരിയലൊക്കെ ഉപയോഗിച്ച് നല്ല രീതിയിൽ തന്നെ പണിതിട്ടിരിക്കുന്ന നല്ലൊരു വീടാണ് കേട്ടോ. നിങ്ങൾ നേരിൽ വന്ന് കണ്ട് നിങ്ങൾക്ക് ഈ വീടിൻ്റെ ലൊക്കേഷന് അതുപോലെ തന്നെ സൗകര്യങ്ങളൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയായാലും തീർച്ചയായിട്ടും ഈ വീട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ ഒന്നുകൂടെ പറയുന്നത് നമ്മുടെ ചാനൽ നെയിം 24 പ്രോപ്പർട്ടി ചാനൽ ഞങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ നോക്കുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. നല്ല നല്ല വീടുകൾ, നല്ല ലാഭകരമായിട്ടുള്ള വീടുകളും നല്ല രീതിയിൽ പണി തീർത്തിട്ടിരിക്കുന്ന നല്ല വീടുകളുടെയൊക്കെ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാനായിട്ട് നിങ്ങൾ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതുമാണ്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ പറഞ്ഞിരുന്നത്, നല്ല സൗകര്യമുള്ളൊരു റൂഫ് വർക്ക് ഏരിയ ഒക്കെ ഉണ്ടെന്ന്, അതുപോലെ തന്നെ ബാൽക്കണിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ കണ്ട നമുക്ക് ധാരാളം സ്പേസ് ഉണ്ട് കേട്ടോ. നമുക്ക് ഒരു റൂഫ് ഏരിയ എന്ന് പറഞ്ഞാൽ നമുക്ക് ക്ലോത്ത് വാഷ് ചെയ്യാനാണെങ്കിൽ, അതേപോലെ തന്നെ ഇവിടെയൊക്കെ ആണെങ്കിൽ വാഷിംഗ് മെഷീൻ വെക്കാനൊക്കെ ആണെങ്കിൽ അവിടെ ഒരു സ്പേസ് ഉണ്ട്, അവിടെ ഒരു പോയിന്റ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് കേട്ടോ നമ്മുടെ 4th ബെഡ്റൂം, അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. അപ്പോൾ ഈ ബെഡ്റൂമിലൊക്കെ ആണെങ്കിലും കബോർഡ് വർക്കുകൾ കൊടുത്തിട്ടുണ്ട്. നല്ല സൗകര്യമുള്ള ബാത്റൂം, അറ്റാച്ച്ഡ് ബാത്റൂമാണ്. ജനൽപ്പാളികൾ കണ്ടോ, 2 ജനൽപ്പാളികൾ കൊടുത്തിട്ടുണ്ട്. സീലിംഗ് വർക്കുകളുണ്ട്. ഇപ്പോൾ ഇതുകൊണ്ട് ബെഡ്റൂംസ് ഒക്കെ ആണെങ്കിലും എല്ലാം നല്ല ഒരേപോലെയാണ് കേട്ടോ.
വർക്കുകൾ കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ 1,15,00,000 രൂപയ്ക്ക് ഒരു നല്ലൊരു വീട് വേണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഈ വീട് നോക്കാം കേട്ടോ. 10 സെൻറ്റ് സ്ഥലമുണ്ട്, 2700 സ്ക്വയർ ഫീറ്റ് ഉണ്ട്, പാലാ ടൗൺ അടുത്തായിട്ട്. നല്ലൊരു ലക്ഷറി വീട്. ഈ വീടിൻ്റെ കൺട്രോളിംഗ് ഒക്കെ ആണെങ്കിലും എല്ലാം റിമോട്ട് കൺട്രോളിങ്ങിലൊക്കെയാണ് കേട്ടോ വരുന്നത്. അത്യാവശ്യം നമുക്ക് കൃഷികൾ കാര്യങ്ങളൊക്കെ ചെയ്യാനാണെങ്കിൽ സ്ഥലമുണ്ട്, ഫലവൃക്ഷങ്ങൾ നടാനാണെങ്കിൽ സ്ഥലമുണ്ട്. സ്ഥലം കൂടുതൽ ആവശ്യമുള്ളവർക്ക് സൈഡിൽ സ്ഥലവും ലഭിക്കുന്നതാണ്. പള്ളിയോടൊക്കെ അടുത്ത് അല്ലെ അമ്പലത്തിനോടൊക്കെ അടുത്തായിട്ട് നല്ലൊരു വീട് വേണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഈ വീട് നോക്കാവുന്നതാണ് കേട്ടോ. പള്ളിയിലോട്ടൊക്കെ പോകാനാണെങ്കിൽ വെറും 300 മീറ്റർ 350 മീറ്റർ മാത്രമേ അകലമുള്ളൂ കേട്ടോ. നല്ലൊരു 2 നില വീടാണ്. താല്പര്യമുള്ളവർക്ക് മുകളിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാം.